എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുടിച്ചാൽ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറിയിട്ട് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു സംഭാരമാണ്. ചൂട് സമയത്തായാലും അല്ലാന്നുണ്ടെങ്കിലും കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടികല്ല് വേണം. ഇടികല്ലിലാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സി എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ആദ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിങ്ങനെ ചതച്ചിട്ട് സംഭാരം ഉണ്ടാക്കുമ്പോഴാണ് ഇടയ്ക്ക് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്നതും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നീട് ചേർക്കാം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ വളരെ ഈസിയാണ് അത് ചതഞ്ഞ് കിട്ടാനായിട്ട്. നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ച കൂട്ട് നമുക്ക് മറ്റൊരു കപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് തൈരും വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ലോ ഫാറ്റ് കേർഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈര് എടുക്കുക. ഇതിലേക്ക് അത്രയും തന്നെ വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം വരെ നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമ്മൾ തൈരും അതുപോലെ തന്നെ ബീട്രൂട്ടും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിഡ് ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് മുന്നായിട്ട് കഴിക്കുന്നതാണ്. തൈരും തണുപ്പൊക്കെ ആയതുകൊണ്ട് അവസാനമായിട്ട് നമ്മളിതിലേക്ക് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ബീട്രൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ സംഭാരം ഉണ്ടാക്കുമ്പോൾ വെറൈറ്റിക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകൂടെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്